ഹലോ, ഇതാണ് നമ്മുടെ ബ്രൈഡ് സരിത. സരിതേനെ വാവി എന്നാണ് വിളിക്കുക. അപ്പോൾ നമുക്ക് സരിതയുടെ ടെമ്പിൾ ലുക്കാണ് ഇന്ന് ചെയ്യാനുള്ളത്. നമ്മളിതിന് മുന്നേ സരിതയുടെ എൻഗേജ്മെൻറ്റ് ലുക്ക് ചെയ്തിട്ടുണ്ടായി ഓൾറെഡി. ഇനി നമുക്കൊരു റിസപ്ഷൻ ലുക്കും കൂടെ ഉണ്ട്. ഇത് താലികെട്ടിൻ്റെ, അതായത് ടെമ്പിൾ ലുക്കാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഐ മേക്കപ്പിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ കൺസീലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സരിതയ്ക്ക് വേണ്ടത് വളരെ സിമ്പിളായിട്ട്, അതുപോലെ സ്കിൻ ടോൺ ഒട്ടും ചേഞ്ച് ചെയ്യാതെ വളരെ നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്ന ടൈപ്പിലുള്ള മേക്കപ്പാണ്. ഐ മേക്കപ്പും വളരെ സട്ടിലായിട്ടുള്ള കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആകെ ലൈനിങ് മാത്രമാണ് നമ്മൾ കുറച്ചൊന്ന് പ്രോമിനൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ഷെയ്ഡ്സും വളരെ നാച്ചുറലായിട്ട് ഫീൽ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഷെയ്ഡ്സും ലൈറ്റായിട്ടുള്ള ഗ്ലിറ്റേഴ്സും ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഐ മേക്കപ്പും ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫേസ് പ്രെപ്പിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ അതിനൊരു സ്പ്രേ ചെയ്തിട്ട് മോയ്സ്ചറൈസർ, പ്രൈമർ അങ്ങനെയുള്ള എല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സരിത കാര്യമായിട്ട് സ്കിൻ ഇഷ്യൂസൊന്നും ഉള്ള ആളല്ല, പക്ഷെ നമുക്ക് ചെറിയ പിഗ്മെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ഒരു കളർ കറക്റ്റിംഗ് ഒക്കെ സരിതക്ക് കൊടുക്കുന്നുണ്ട്. മേക്കപ്പ് വളരെ മിനിമലായിട്ട് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ജസ്റ്റ് കൺസീലേഴ്സ് എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് മാത്രമേ കൊടുക്കണുള്ളൂ. അത്ര മിനിമലായിട്ട് നമ്മുടെ ബേസ് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ കളർ കറക്റ്റിംഗ് ഒക്കെ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്ത് നോക്കുകയാണ്. സ്കിൻ ടോണിൽ ഒട്ടും തന്നെ വ്യത്യാസം വരാത്ത എക്സാക്റ്റ് സ്കിൻ ഷെയ്ഡ് പോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ ഫൗണ്ടേഷനും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തിട്ട് ഓൾ ഓവർ ഫേസ് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട്. നമുക്ക് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താൽ കുറച്ചും കൂടെയും മിനിമലായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടും. വളരെ സ്കിൻ ഫിനിഷിൽ ചെയ്യേണ്ട ബ്രൈറ്റ്സിനൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ബേസ് കാണാനായിട്ട് ഒരു കൺസീലിങ്ങും കൂടെയും കൊടുത്ത് നമ്മൾ ആളുടെ ബേസ് മേക്കപ്പ് എൻഡ് ചെയ്യാണ്. ഇനി നമ്മൾ ബാക്കി ബ്ലഷും ഹൈലൈറ്ററും എല്ലാം ചെയ്ത് നമ്മുടെ ഓവറോൾ ഫേസ് മേക്കപ്പ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക് നമുക്കിനി കണ്ടാലോ. ഇത് നമ്മുടെ വിത്തൗട്ട് ലൈറ്റിലുള്ള ലുക്കും ഇത് നമ്മുടെ വിത്ത് ലൈറ്റിലുള്ള ലുക്കുമാണ്. പിന്നീട് നമ്മൾ ക്രിമ്പിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. മേക്കപ്പ് പോലെ തന്നെ വളരെ മിനിമലായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് വാവി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയ ഒരു വേവി പോലെയായിട്ട് കിടക്കാനായിട്ട് നമ്മൾ ചെറിയൊരു കേളിങ്ങും വാവിക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കിയാസ് മേക്ക് ഓവറിലെ ജെസിത്താത്തയാണ് ഇന്നത്തെ നമ്മുടെ സാരി ഡ്രൈപ്പിസ്റ്റ്. ജെസിത്താത്തയുടെ ബേബി ആണെങ്കിൽ വന്നപ്പോൾ തൊട്ട് ഒരേ കരച്ചിൽ തന്നെയായിരുന്നു. പിന്നെ ആൾ സാരി ഡ്രൈപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ.